വാർത്തകളിലേക്ക്. ആലപ്പുഴ മാന്നാറിൽ വൃദ്ധരായ അച്ഛനമ്മമാരെ ചുട്ടുകൊന്ന മകൻ. 92കാരനായ രാഘവനെയും ഭാര്യ ഭാരതിയെയുമാണ് വീടിന് തീയിട്ട് ചുട്ടുകൊന്നത്. മകൻ വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വത്തെഴുതി നൽകാത്തതിന്റെ പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് സൂചന. പുലർച്ചെ 3:30 തീ ആളിപ്പടരുന്നത് കണ്ട ഒരു ഓട്ടോക്കാരനാണ് നാട്ടുകാരെയും ബന്ധുക്കളെയും കൂട്ടി തീയണയ്ക്കാൻ ശ്രമിച്ചത്. അപ്പോഴേക്കും രാഘവനും ഭാരതിയും ഏതാണ്ട് പൂർണ്ണമായും അഗ്നിക്കിരയായിരുന്നു. ടിൻഷീറ്റിനാൽ മറച്ച 2 മുറി മാത്രമുള്ള ചെറിയ വീടും ഈ സമയം കത്തിയമർന്നു. വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം താമസിച്ചിരുന്ന മകൻ 60കാരൻ വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവരെ കൊല്ലുമെന്നുള്ള രീതിയിൽ തന്നെ പുള്ളി പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മേലോദ്രം ചെയ്തിട്ടുണ്ട്. ഒരു 3 ദിവസം മുമ്പ് തന്നെ ഈ അപ്പൂപ്പനെ അമ്മൂമ്മയെ പുള്ളി കയ്യേറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. കൈയും കാലൊക്കെ തല്ലിച്ചതക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെ നിരന്തരം ഉപദ്രവിച്ചിരുന്ന മകൻ വിജയൻ ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. 2 ദിവസം മുമ്പ് അച്ഛനെ അടിച്ച് മൊത്തം പരിക്ക് പറ്റിച്ച് മാവേലിക്ക് ആശുപത്രിയിലായിരുന്നു. 8 ദിവസം ചീത്ത വിളിയാ. അമ്മ പേടിച്ചിട്ട് ദിവസം അമ്മയുടെ അടുത്ത് പറഞ്ഞ് നിന്നെ കൊല്ലും ദിവസവും പറയായിരുന്നു. കൊലക്കുറ്റത്തിന് കേസെടുത്ത പോലീസ് വിജയനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സൂചനകളായിട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ സാഹചര്യങ്ങളോട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂ. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് കൈമാറും. നാളെയാണ് സംസ്കാരം. മീഡിയ 1 ആലപ്പുഴ.